ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ നോമ്പുള്ള ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാൻഡ്വിച്ചും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിപ്പം നോമ്പ് തുറക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് കയറിയതാണ്. ആദ്യം തന്നെ ആ ഒരു സമയത്ത് കഴിക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് നോമ്പ് തുറക്കാൻ നേരം ആകുമ്പോഴേക്കും നല്ല തണുത്ത് സെറ്റായിട്ടിരിക്കുമല്ലോ. പിന്നെ ആ ഒരു തണുപ്പോട് കൂടിയിട്ട് തന്നെ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. ബാങ്ക് വിളിക്കുന്നതിന് കുറച്ച് മുമ്പ് പുറത്തെടുത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ മാറിയതിന് ശേഷമാണ് കഴിക്കാറുള്ളത്. നമ്മൾ കൂടുതലും വാങ്ങാറുള്ളത് ഈ ഒരു തണ്ണിമത്തൻ തന്നെയാണ് കേട്ടോ. ആ ഒരു വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല സുഖമാണ് ഇത് കഴിക്കാൻ. പിന്നെ ഇന്നലെ പുറത്ത് പോയപ്പം കുറച്ച് സ്ട്രോബെറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ട്രോബെറി അടാറ് പുളിയായിരുന്നു കേട്ടോ. മുമ്പ് വാങ്ങിയപ്പോഴും ഇതിൻ്റെ ടേസ്റ്റ് പുളി തന്നെയായിരുന്നു. തീരെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ശരിക്കും ഈ ഒരു ഫ്രൂട്ട് പുളിയാണോ അതോ മധുരമാണോ? പിന്നെ സ്ട്രോബെറി നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എപ്പോൾ എടുത്താലും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. ഇനിയിപ്പം നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള മെയിൻ ഫുഡ് റെഡിയാക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് നൈസ് പത്തിരി റെഡിയാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ പത്തിരിയൊക്കെ ചുട്ട് റെഡിയാക്കി ഇനിയിപ്പോൾ അതിലേക്കുള്ള ചിക്കൻ കറി റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്, ഒട്ടും ഫ്ലോപ്പ് ആവില്ല. ചിക്കൻ കറി എങ്ങനെ വെച്ചാലും ശരിയാവുന്നില്ല എന്നൊക്കെ പറയുന്ന ചിലരെങ്കിലും ഇല്ലേ, അവർക്ക് എന്തായാലും ഫോളോ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇന്നിപ്പോൾ 1/2 കിലോ ചിക്കനാണ് കേട്ടോ കുക്ക് ചെയ്യാൻ പോണത്. നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് മതി. ബാക്കി ഉണ്ടെങ്കിൽ അത് അത്താഴത്തിനും എടുക്കാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ്. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർക്കാം. എന്തായാലും കറിയാണല്ലോ, അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കുന്നതിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒരു വിസിൽ വരുന്നത് വരെ കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. സാധനങ്ങളൊക്കെ വാങ്ങി തന്നതിന് ശേഷം ഇക്കഥ പള്ളിയിലേക്ക് പോവുകയാണ്. ഇക്ക പോയതിന് ശേഷം പിന്നെ ബാക്കി പണികളൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ കിച്ചണിലേക്ക് കയറി. 1/2 കിലോ ചിക്കൻ അല്ലേ ഉള്ളൂ, അപ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസ് സവാള എടുക്കുക. എന്നിട്ട് നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. സവാള വഴറ്റി കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ഫ്രൈ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതാ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് അരിഞ്ഞ സവാള ഇട്ടിട്ട് ജസ്റ്റ് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് തനിയെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. പിന്നെ സവാള ഒട്ടും തന്നെ കരിഞ്ഞു പോരുത്. ആ ഒരു യെല്ലോ കളറിൽ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. കരിഞ്ഞു പോയാൽ കറിക്ക് കയ്പ്പ് രസം ഉണ്ടാവും. നമ്മൾ തലശ്ശേരി ബിരിയാണിക്ക് വേണ്ടി ബിസ്ത റെഡിയാക്കൂലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. ഫ്രൈ ചെയ്ത ആ ഓയിലിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയും 4-5 പച്ചമുളകും, പിന്നെ സ്പൈസസ് ആയിട്ട് ഒരു ബേ ലീഫ്, 4 ഗ്രാമ്പു, 2 പട്ട, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ഒരു ബൾബ് വെളുത്തുള്ളിയുടെ പകുതിയാണ് കേട്ടോ എടുത്തത്. ഏകദേശം 10 അല്ലി വരും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, പിന്നെ ഏലക്ക ഒരു 4-5 എണ്ണം എടുത്ത് അതും കൂടി ചതച്ച് ചേർത്ത് കൊടുക്കണം. ഇതും കൂടി ആ ഒരു തക്കാളിയുടെ കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴന്ന് എണ്ണ തെളിഞ്ഞ് തുടങ്ങുമ്പം ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 3 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ നമ്മൾ നേരത്തെ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തീരെ ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആ ഒരു വെള്ളത്തോട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കുക്കറിൽ ഒറ്റ വിസിലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ചിക്കൻ അധികം വെന്ത് പോയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പം ബാക്കി വേവും കൂടി വെന്തോളും. അപ്പോൾ കറി തിളയ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ ആ ഒരു സവാള നമുക്ക് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നല്ല ക്രിസ്പിയായ സവാളയാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ഈ ഒരു പൊടിച്ച സവാള നന്നായിട്ട് തിളച്ച ആ ഒരു കറിയിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
ഇതൊന്ന് തിളച്ച് കിട്ടിയാൽ മതി. ഈ ഒരു ചാറ് നന്നായിട്ട് കുറുകി വരുന്ന ഒരു സമയത്ത് ചിക്കൻ കറി റെഡിയാവും. അപ്പോൾ നിങ്ങൾക്ക് കറി അല്പം കൂടി വേണമെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം അല്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്നാക്സിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. നമ്മൾ ചിക്കൻ കറിയിലേക്ക് വേണ്ടി ഉള്ളി ഫ്രൈ ചെയ്തെടുത്തില്ലേ, ആ ഒരു ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അല്പം വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റ്, ക്യാബേജ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒരല്പം കുരുമുളക് പൊടിയും ലേശം പെരിഞ്ജീരകപ്പൊടിയും ഒരു നുള്ളു ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അധികം വെന്ത് പോകണ്ട. ആ ഒരു ക്യാരറ്റും ക്യാബേജും ഒക്കെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണം. ആ ഒരു രീതിക്ക് വേണം വേവാനായിട്ട്. അതിലേക്കുള്ള മയണൈസും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തണുത്ത് വന്നതിന് ശേഷം മയണൈസ് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഗ്യാപ്പിൽ നോമ്പ് തുറക്കാനുള്ള ഡ്രിങ്ക്സ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. 2 ലെമൺ എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തു. അതിലേക്ക് അല്പം കസ്കസ് ഇട്ട് കൊടുത്തു. പിന്നെ ഒരല്പം പാഷൻ ഫ്രൂട്ടിൻ്റെ ഈ ഒരു സ്ക്വാഷും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 2-3 ഓറഞ്ച് ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് അതും കൂടി അരിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല സിമ്പിൾ ഡ്രിങ്കാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ നോമ്പ് തുറക്കുന്ന സമയത്ത് അത് തണുപ്പോട് കൂടി കുടിക്കാനായിട്ട്. ഇത് തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഐസ് ക്യൂബ്സാണ് ചേർത്ത് കൊടുത്തത്, കാരണം തണുപ്പിക്കാൻ വെക്കാനൊന്നും ഇനി ടൈം അധികം ഇല്ല. അപ്പോഴേക്ക് നമ്മുടെ ആ ഒരു ഫില്ലിങ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രം ആ ഒരു മയണൈസ് ചേർത്ത് കൊടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ അതൊന്ന് മെൽറ്റ് ആയതുപോലെ തോന്നും. അപ്പോൾ ഇതിലേക്ക് 2 വലിയ സ്പൂൺ തന്നെ മയണൈസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കറിയിലുള്ള ആ ഒരു ബോൺലെസ് ചിക്കൻ പീസസ് ഇല്ലേ, അത് ഞാനൊന്ന് മുങ്ങിത്തപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇതുപോലെ പിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറിയിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തതാണ്, ചിക്കനിൽ ഉപ്പുണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസിലൊക്കെ ഉപ്പ് കുറയ്ക്കുക. മയണൈസിലും ഉപ്പ് കുറച്ച് വേണം ചേർക്കാനായിട്ട്. പിന്നെ സാൻഡ്വിച്ച് ബ്രെഡാണ് കേട്ടോ എടുത്തത്. നല്ല ഹാർഡായിരുന്നു, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആവിയേറ്റി എടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ആവിയേറ്റി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. നന്നായിട്ട് നിരത്തിയതിന് ശേഷം വേറൊന്നുമില്ല, കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി അതിന് മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ മറ്റൊരു ബ്രെഡ് ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പാനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയോ മറ്റോ ചെയ്യാം. അങ്ങനെ വേണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഇത് ആവി കയറ്റിയതാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഫില്ലിങ് റെഡിയാക്കുമ്പോൾ അതിലേക്ക് അല്പം മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ എൻ്റെ കൈവശം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. നല്ല അടിപൊളി സാൻഡ്വിച്ചാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ കുറച്ച് മോറിസ് പഴം ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അത് കേടായി പോകണ്ടെന്ന് കരുതിയിട്ട് ഞാനൊരു ഷേക്കും കൂടി അടിച്ചെടുക്കുകയാണ്. 2 പഴമാണ് കേട്ടോ എടുത്തത്. അതിലേക്ക് ഒരല്പം നിലക്കടലയും പിന്നെ അല്പം ബൂസ്റ്റും ഹോർലിക്സും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രോസൺ മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. അപ്പോൾ കുടിക്കാൻ പാകത്തിന് ലൂസായി കിട്ടാൻ വേണ്ടി ഞാൻ തണുത്ത പാലും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സ്ട്രോബെറി ഇതിലേക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് നല്ല പുളിയായതുകൊണ്ട് തന്നെ ഒരു മധുരമുള്ള ഷാർജയിലേക്ക് ചേർക്കുമ്പം അറിയാൻ പറ്റില്ല അതിൻ്റെ പുളിപ്പ്. ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പം നല്ല രസമായിരിക്കും കഴിക്കാനായിട്ട്. തീരെ ലൂസായ രൂപത്തിലുള്ള ഷാർജ ആയതുകൊണ്ട് സ്ട്രോബെറി താഴേക്ക് പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ബൂസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ബൂസ്റ്റിന് മുകളിൽ സ്ട്രോബെറി അങ്ങനെ നിന്നോളും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഷാർജ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സ്ട്രോബെറി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഈത്തപ്പഴമോ നട്ട്സോ ഒക്കെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആപ്പിൾ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്തിട്ട് കഴിക്കാം കേട്ടോ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു നമ്മൾ നോമ്പ് തുറക്കുകയാണ്. ആ ഒരു സാൻഡ്വിച്ചൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ പാത്രം കഴുകൽ പണിയാണ്. നോമ്പ് തുറന്നിട്ട് ആ ഒരു സമയത്തുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ നിസ്കരിക്കാൻ പോകാറുള്ളത്. കാരണം ഇനിയിപ്പോൾ ഇശയൊക്കെ കഴിഞ്ഞ് വരുമ്പം മെയിൻ ഫുഡ് കഴിക്കുമല്ലോ, അതിൻ്റെ പാത്രങ്ങളും കൂടി കഴുകാനുണ്ടാവും. അപ്പോൾ എന്തായാലും ഒരു ലോഡ് പാത്രങ്ങളാവും. അതുകൊണ്ട് ആവുന്നത് കുറച്ച് കഴുകാൻ പറ്റിയാൽ അത്രയും നമുക്കൊരു ജോലി കുറവായിരിക്കും. ഇനിയിപ്പോൾ പാത്രം കഴുകുന്നതിനിടയ്ക്ക് ഒരു ടിപ്പും കൂടി പറഞ്ഞുതരാം. നമ്മൾ ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്തല്ലോ, അപ്പോൾ ആദ്യം ആ ഒരു ഗ്ലാസ് ഐറ്റംസൊക്കെ പൊട്ടുന്ന സാധനങ്ങളൊക്കെ ആദ്യം കഴുകി മാറ്റുക. ഇല്ലെങ്കിൽ നമ്മൾ നല്ല തിരക്കിട്ട് പാത്രം കഴുകുമ്പം എന്തായാലും ഗ്ലാസ്സൊക്കെ ഉടയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ആദ്യം അത് കഴുകി മാറ്റി വെച്ചതിന് ശേഷം മറ്റു പാത്രങ്ങളൊക്കെ കഴുകി കിച്ചൺ ക്ലീൻ ചെയ്യുക. അപ്പോൾ കിച്ചണൊക്കെ ചെറുതായിട്ട് ഞാനൊന്ന് ഒതുക്കിയിട്ടു. ഇനിയിപ്പം വലിയ പണികളൊന്നുമില്ല. അടുത്തിനി ഫുഡ് കഴിക്കുമ്പോൾ മാത്രമേ പാത്രം പരക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നിസ്കാരവും ഓതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇക്ക വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ മെയിൻ ഫുഡ് കഴിച്ചത്. ഇപ്പോൾ പത്തിരിയും ചിക്കൻ കറിയൊക്കെ അടിപൊളിയാണ്.
എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങളും എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ചിക്കൻ കറി തയ്യാറാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക്സ് തരണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.